തദ്ദേശ വകുപ്പിൻ്റെ AI കോൾ സെൻ്ററിൻ്റെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇനി കേരളത്തിലുള്ള ഏതൊരാൾക്കും തദ്ദേശ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ, നിയമങ്ങൾ അത് സംബന്ധിച്ചെല്ലാമുള്ള ഏത് സംശയവും, നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഏത് സംശയവും ഈ കോൾ സെൻ്ററിലൂടെ നിവാരണം വരുത്താനാവും. അപ്പോൾ സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചുകൊണ്ട് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ നവീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചുവടുവെപ്പാണ് ഈ AI കോൾ സെൻ്റർ. കെ-സ്മാർട്ടിന് ശേഷം അതുപോലെ തന്നെ ഹരിതമിത്രം ആപ്ലിക്കേഷൻ, ആർട്രാക്ക് സോഫ്റ്റ്വെയർ, ഇതിനെല്ലാം ഒപ്പം ഇപ്പോൾ ഈ AI കോൾ സെൻ്റർ വരുമ്പോൾ ഇത് ജനങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രയോജനകരമായി മാറുകയാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചുകൊണ്ട്, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഭരണനിർവഹണം കാര്യക്ഷമമാക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണിത്. ഇന്ന് ബഹുമാന്യനായിട്ടുള്ള ഗവർണർ സഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയപ്പോഴും ഇതുപോലെ സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗമാണ് ഉണ്ടായത്. അപ്പോൾ 10 വർഷം പൂർത്തിയാക്കുന്ന ഒരു സർക്കാരിന് ആത്മവിശ്വാസത്തോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അക്കമിട്ട് തങ്ങളുടെ നേട്ടങ്ങൾ നിരത്താൻ കഴിയുന്നു എന്നതാണ് കേരളത്തിൽ LDF സർക്കാരിൻ്റെ പ്രത്യേകത. ഗവർണർ വായിക്കാതെ പോയതുകൊണ്ട് അത് ഇല്ലാതാവില്ല എന്നാണല്ലോ മുഖ്യമന്ത്രി തെളിയിച്ചത്. അസാധാരണമായ നിലയിൽ ഗവർണർ പ്രവർത്തിച്ചാൽ അസാധാരണമായ നിലയിൽ ഗവൺമെൻറ് അതിനോട് പ്രതികരിക്കും. ഇന്ന് മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഗവർണർ വിട്ടുപോയ ഭാഗങ്ങളും അവിടെ കൂട്ടിച്ചേർക്കുകയും ഗവർണർ കൂട്ടിച്ചേർത്ത ഭാഗം ഒഴിവാക്കുകയും ചെയ്തു. അത് ഒരു അസാധാരണ നടപടിയാണ്. കാരണം ഗവർണറിൽ നിന്നുണ്ടായതും ഒരു അസാധാരണ നടപടിയാണ്. അപ്പം അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളോട് അസാധാരണമായി തന്നെ പ്രതികരിക്കാൻ കെൽപ്പുള്ള മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റുമാണ് കേരളത്തിലുള്ളത്. കേട്ടില്ല. അല്ല, ഗവൺമെൻറ് ചെയ്യാനുള്ള കാര്യം ചെയ്തിട്ടുണ്ട്. കാരണം ഗവർണറുടെ ഉത്തരവാദിത്വം മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മന്ത്രിസഭയുടെ നയപ്രഖ്യാപനമാണ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ നയം അല്ലല്ലോ പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ മന്ത്രിസഭയുടെ നയമാണ് പ്രഖ്യാപിക്കുന്നത്. മന്ത്രിസഭയുടെ നയ ഗവർണർക്ക് തീരുമാനിക്കാനോ മാറ്റം വരുത്താനോ പറ്റുമോ? അതായത് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഭരണഘടനാനുസൃതമായ അല്ലാത്തൊരു നടപടിയെപ്പോലും വിമർശിക്കാൻ, തുറന്ന് വിമർശിക്കാനുള്ള ധൈര്യം പ്രതിപക്ഷ നേതാവിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണത് കാണിക്കുന്നത്. ഒരേ സമയം അദ്ദേഹം ചാഞ്ചാട്ടാണ് കാണിക്കുന്നത്. ഗവർണർ ചെയ്തതൊന്നും ശരിയായില്ല എന്നും പറഞ്ഞ്, എന്നാൽ സർക്കാർ ചെയ്തതും ശരിയല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തിനാണ് ഇത്ര ഭയം? ഭരണഘടനാപരമല്ലാത്തൊരു നടപടി ഗവർണറിൽ നിന്നുണ്ടായാൽ അത് ഭരണഘടനാപരമല്ല എന്ന് നിവർന്നു നിന്ന് പറയാൻ, ഗവർണർ ചെയ്തത് തെറ്റാണ് എന്നൊന്ന് ഉറച്ചു പറയാൻ എന്താണ് പ്രതിപക്ഷ നേതാവിനൊരു ധൈര്യം വരിക? എന്താ അതില്ലാത്തത്? അതിൽ മാത്രമല്ല കേട്ടോ പ്രതിപക്ഷ നേതാവിൻ്റെ ധൈര്യക്കുറവ്. ഇന്ന് അദ്ദേഹം ശബരിമലയെക്കുറിച്ച് വല്ലതും പറഞ്ഞോ? ഇന്ന് വല്ല പ്രതികരണം ഉണ്ടായോ? എന്തായിരുന്നു? അപ്പൊ ഇപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ എന്താണ്? ശബരിമലയുടെ കാര്യം വരുമ്പോൾ ഒരു പഴയ വീറും വാശി, ഉത്സാഹവും കാണുന്നില്ലല്ലോ. ഞാനിത് കുറച്ച് ദിവസം മുമ്പ് ചോദിച്ചിരുന്നു. പഴയ വീറും വാശി, ഉത്സാഹമൊന്നും പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് നേതാക്കൾക്കും കാണാത്തത് എന്താ? അവർക്കൊരു ഉൾക്കിടിലം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ പ്രതിപക്ഷ നേതാവല്ലേ SITയെ നാഴികയ്ക്ക് 40 വട്ടം ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്? 2 ഉദ്യോഗസ്ഥരെ SITയിൽ ഉൾപ്പെടുത്തിയതിനെ പരസ്യമായിട്ട് വിമർശിച്ചത് ഈ പ്രതിപക്ഷ നേതാവല്ലേ?